ഹലോ, ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ബോട്ട് നെക്കിൽ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ സ്മോൾ സൈസിലാണ് നമ്മളിവിടെ കട്ടിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. 1.5 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് ഞാൻ മേളിലൊരു ലൈൻ മാർക്ക് ചെയ്തു. ആ ലൈൻ എന്ന് പറയുന്നത് ആ ലൈനിൽ നിന്നാണ് ബാക്കി നമ്മളെല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 26-27 ഇഞ്ചസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ സ്മോളിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7 ഇഞ്ച് നമ്മൾ ആം ഹോൾ ഡെപ്തും മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നമ്മളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അതെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 8.75 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റും ഹിപ്പും മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വേസ്റ്റ് ഞാനിവിടെ ഒരു 7.75 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് അതൊരു 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പോയിന്റുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആം ഹോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ 1 ഇഞ്ച് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മേലിൽ നമ്മുടെ ഷോൾഡറിന് ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈന് നമ്മളുടെ ബസ്റ്റിൻ്റെ ലൈനും കൂടെ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന് പകുതി മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ 1 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ പീസിൽ ആം ഹോളിൻ്റെ ഒരു മെഷർമെൻ്റ് ആണിത്. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ കുഴിച്ച് നമ്മളവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ നെക്കാണ്. നെക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ബോട്ട് നെക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം തൽക്കാലം ഒരു സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3.5 ഇഞ്ചിൽ ഒരു വീതി വരുന്ന ഒരു നെക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നെക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ നെക്കിന് ഒരു 4.5 ഇഞ്ച് ഡെപ്ത് 4.5 ഇഞ്ച് മതി, അത്രയും കൊടുത്താൽ മതിയാകും. അതിനുശേഷം ബാക്കിലെ നെക്കിൽ ഒരു 1 ഇഞ്ച് ഡെപ്തിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡാർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഷേപ്പായിട്ട് ബോഡിയിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡാർട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അത് കുഴപ്പമില്ല. അല്ലാതെ തന്നെ നമുക്കൊരു ലൂസ് ഫിറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി കിട്ടും. ഇനി നമുക്ക് ബോട്ട് നെക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഷോൾഡറിൽ ഒരു 8 സെൻറ്റിമീറ്റർ മാറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അതിൻ്റെ ടിപ്പിലേക്ക് നമ്മളൊരു കർവായിട്ട് ബോട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന പോലെ ഒന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. സോ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കിലും ചെയ്തെടുക്കണം. ബാക്ക് നെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു 8 സെൻറ്റിമീറ്റർ മാറ്റി ഷോൾഡറിൽ വരച്ചിട്ട് അത് ഇപ്പോൾ വരച്ച നമ്മുടെ ആ ഒരു പോയിന്റിൽ അവിടേക്ക് നമ്മൾ വരച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ടിലൊരു സ്ലിറ്റ് പോലെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ മാർക്കിങ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആം ഹോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതും സെയിം ആണ്, നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ്. നമ്മുടെ ബാക്കിലെ ആ ഒരു നെക്കിൽ നമ്മൾ എങ്ങനെയാണ് ബോട്ട് നെക്ക് ആയിട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. സെയിം ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ പീസുകളുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവ് ചെയ്തെടുക്കാൻ നമ്മൾ ഈ ഫാബ്രിക്കിനെ നമ്മൾ ഫോർ ഫോൾഡ് ആയിട്ട് മടക്കുക. നമ്മൾ ആദ്യം കട്ട് ചെയ്തപ്പം മടക്കിയില്ലേ ടോപ്പിൻ്റെ ഭാഗം, അതുപോലെ തന്നെ മടക്കി വെക്കുക. എന്നിട്ടൊരു 18 ഇഞ്ച് നീളം നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ സ്ലീവിൻ്റെ നീളമാണ്. അപ്പോൾ അവർക്കൊരു 3/4 വരുന്നൊരു സ്ലീവാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ 2 പോയിന്റുകൾ തമ്മിൽ നമ്മളൊരു മാർക്ക് വയ്ക്കുക. പിന്നെ ആ പോയിന്റിൽ നിന്നാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന നമ്മളുടെ ആ കൈയുടെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ, താഴത്തെ ഭാഗത്ത് വരുന്നത്, ആ വണ്ണം എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ ഒരു 5 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് താഴത്തുമ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ എത്രയാണ് നമ്മൾ മെഷർമെൻ്റ് എന്ന് നോക്കുക. അത് ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ 9 ഇഞ്ചിൽ നിന്ന് വരുന്ന ആ ഒരു പോയിന്റില്ലേ, ആ പോയിന്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിലേക്ക് നമ്മളൊരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. സോ അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് ഓൾറെഡി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർവ് വരച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മെഷർ ചെയ്ത് നോക്കുക. ആം ഹോളിൻ്റെ ഒക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്ലീവ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു കട്ടിങ് എന്ന് പറയുന്നത് നമ്മളുടെ നെക്കിൽ വെക്കാനുള്ള ആ ഒരു കട്ട് പീസാണ്. നമുക്ക് അത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിച്ചം വന്ന ഫാബ്രിക്കിൽ ഞാൻ ഒന്ന് ബാക്ക് നെക്കിന് വേണ്ടി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഷേപ്പിൽ. അതിനുശേഷം ഇനി വരുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്കിന് നമ്മൾ ഒരു ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന പോലത്തെ ആണല്ലോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫാബ്രിക് ഫ്രണ്ടിലത്തെ ആ ഒരു ട്രേസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ 2 ഇഞ്ച് തന്നെയാണ് ഇടുന്നത് നമ്മളുടെ ആ ഒരു വീതി വരുന്നത്. പക്ഷെ ഇവിടെ ഫ്രണ്ടിലൊരു ഇതുള്ളത് കൊണ്ട്, ഒരു കട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 0.5 സെൻറ്റിമീറ്റർ സൈഡിലേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 9 സെൻറ്റിമീറ്റർ ഇറക്കിയിട്ട് അവിടെ ഒരു വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ വി ഷേപ്പ് വരച്ചെടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് താഴത്തേക്കാക്കി മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു കർവ് കണക്ട് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു കട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ ആ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ വി ഷേപ്പിൽ നമ്മളത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫാബ്രിക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പീസ് നമ്മൾ തിരിച്ച് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മൾ ഒരു വി ഷേപ്പിൽ കട്ട് വരുന്ന പോലെ റെഡി ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ ബാക്കും ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഞാൻ ചെയ്യുന്നത് കൂടെ തന്നെ ഓവർലോക്കും ചെയ്ത് പോകുന്നുണ്ട്. ഓവർലോക്ക് ചെയ്യുന്ന എനിക്ക് മെഷീൻ ഇല്ല, പക്ഷെ ഞാൻ എൻ്റെ മെഷീനിൽ എനിക്ക് 6 ആക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 ആക്ക് സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ഷോൾഡർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത സ്ലീവ്സ് ആ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ അതും ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഞാൻ 6 ആക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ നൂലൊന്നും ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആ കുർത്തയുടെ സൈഡ് രണ്ടും അടിച്ചു കൊടുക്കുക. ഞാനിവിടെ സ്ലിറ്റ് ആഡ് ചെയ്തതും താഴത്തെ ഭാഗം മടക്കി തയ്ച്ചതും വീഡിയോ ഓൺ ആയി എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഭാഗം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ട്യൂട്ടോറിയൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക.